2600 വർഷങ്ങൾക്ക് മുമ്പ് BCE 586 ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിയൻ സാമ്രാജ്യം നെബൂഖദ്നസർ രണ്ടാമൻ രാജാവിന്റെ നേതൃത്വത്തിലുള്ള കരുത്തുറ്റ പടയുമായി കിങ്ഡം ഓഫ് ജുദ അല്ലെങ്കിൽ യഹൂദിയ എന്ന ചെറു രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ജെറുസലേമിലേക്ക് തിരിക്കുന്നു. മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം ജെറുസലേം കീഴടക്കപ്പെടുന്നു. ജൂതവിശ്വാസത്തിന്റെ കേന്ദ്രമായ സോളമൻസ് ടെമ്പിൾ തകർക്കുകയും നഗരം അഗ്നിക്കിരയാക്കി ആയിരക്കണക്കിന് ആളുകളെ തടവുകാരായി ബാബിലോണിയയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ ഇത് ബാബിലോണിയൻ എക്സൈൽ അല്ലെങ്കിൽ പ്രവാസം എന്നറിയപ്പെട്ടു. സ്വന്തം നാട്ടിൽ നിന്നും അകലെ ബാബിലോണിയയിലേക്ക് പറിച്ചു നടപ്പെട്ട ജനങ്ങളുടെ സങ്കടം ബൈബിളിൽ എഴുതപ്പെട്ടത് ഇങ്ങനെയാണ്: ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ there we sat down, yeah we wept when we remembered Zion. ബാബിലോൺ നദിക്കരയിൽ ഞങ്ങൾ ഇരുന്നു, സിയോൺ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. പ്രതീക്ഷകൾ അസ്തമിച്ചെന്ന് തോന്നിയപ്പോഴാണ് ഒരു പുതിയ ശക്തി ഇറാൻ അല്ലെങ്കിൽ ആര്യന്മാരുടെ ദേശത്ത് ഉദയം ചെയ്തത്. മഹാനായ സൈറസ് ചക്രവർത്തിയുടെ പേർഷ്യൻ സാമ്രാജ്യം. BCE 539 സൈറസ് ദ ഗ്രേറ്റ് തന്റെ സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബാബിലോണിയയെ രക്തരൂക്ഷിതമല്ലാതെ തന്നെ കീഴടക്കി. നഗരം തകർത്ത് ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് പകരം അദ്ദേഹം അസാധാരണമായ ഒരു കാര്യം ചെയ്തു. അവിടുത്തെ ജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുക മാത്രമല്ല, ബാബിലോണിയക്കാരുടെ പ്രധാന ദൈവമായ മർദുക് തന്നെയാണ് തന്നെ തെരഞ്ഞെടുത്തതെന്ന് പ്രസ്താവിച്ച് അവരുടെ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുകയൂടി ചെയ്തു. മുമ്പ് നാട് കടത്തിക്കൊണ്ടുവന്ന ജൂതന്മാരെ മോചിപ്പിക്കുകയും ജെറുസലേമിലേക്ക് മടങ്ങി തകർക്കപ്പെട്ട അവരുടെ ദേവാലയം പുനർനിർമ്മിക്കാൻ അവർക്ക് അനുവാദം നൽകുകയും ചെയ്തു. ഒരു സാമ്രാജ്യം അവരെ തകർത്തപ്പോൾ മറ്റൊരു സാമ്രാജ്യം അവർക്ക് പുതുജീവൻ നൽകി. ഇതൊരു ചരിത്രം മാത്രമല്ല, ഇത് നഷ്ടങ്ങളുടെയും പ്രവാസത്തിന്റെയും വലിയ തിരിച്ചുവരവുകളിൽ ഒന്നിന്റെയും കഥയാണ്. AD 70 റോമൻ അധിനിവേശത്തിൽ ജെറുസലേമും ദേവാലയവും നിലംപരിശാക്കപ്പെടുന്നതുവരെ ആ പ്രതാപകാലം നീണ്ടുനിന്നു.